എൻ്റെ അയ്യാ സ്വാമി നീയല്ലാതെ ഈ ലോകമെന്ത്, നിന്നാൽ കഴിയാത്തതെന്ത്, സ്വാമി നീയല്ലോ ബ്രഹ്മസ്വരൂപം, നീ എന്നിലുണ്ടെൻ്റെ അയ്യാ സ്വാമി നീയല്ലാതെ ഈ ലോകമെന്ത്, നിന്നാൽ കഴിയാത്തതെന്ത്, സ്വാമി നീയല്ലോ ബ്രഹ്മസ്വരൂപം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ശ്രീജിത്സ് വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്കിന്ന് പ്രേക്ഷകരോട് വളരെയധികം സന്തോഷം പങ്കുവയ്ക്കാനുണ്ട്. നമ്മൾ ഒരുപാട് വെറൈറ്റി വീഡിയോസ് ചെയ്തു, സിനിമ ലൊക്കേഷൻ അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്തു. വരവേൽപ്പ് എന്ന സിനിമയുടെ ലൊക്കേഷൻ ചെയ്തു നമ്മൾ. അത് എല്ലാ പ്രേക്ഷകരും ഇരു കൈ നീട്ടി സ്വീകരിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടോ, വളരെയധികം സന്തോഷമുണ്ട് അതിന്. പിന്നെ ഇന്ന് നമ്മൾ നിൽക്കുന്നത് അവിടെ നിൽക്കുന്നത് തോലന്നൂർ. അപ്പോൾ ഇതെൻ്റെ സുഹൃത്ത് ബിനുവേട്ടനാണ്. ബിനുവേട്ടൻ്റെ വീട് കോട്ടായി തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് തോലന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്, പാലക്കാട് ജില്ലയിലെ തോലന്നൂർ. അപ്പം ഞങ്ങളിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. ഏകദേശം ഒരു പാലക്കാട് ടൗണിൽ നിന്ന് 25 കിലോമീറ്റർ ദൂരമുണ്ട് തോലന്നൂരിലേക്ക്. തോലന്നൂർ ആലത്തൂർ താലൂക്കിലാണ് പെടുക. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചരിത്രമുറങ്ങുന്ന, ഒരുപാട് നിഗൂഢതകളുള്ള ഒരു സ്ഥലമാണ് തോലന്നൂർ. തോലന്നൂർ എന്ന സ്ഥലം തോലൻ്റെ ഊര് എന്നാണ് അർത്ഥം. തോലൻ എന്ന് പറയുന്ന ആൾ ജീവിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിൽ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, സൂപ്പറായിട്ടില്ലേ, ഇതേ പാടവും. അപ്പോൾ തോലൻ എന്ന് പറയുന്ന ആൾ ഈ മല കണ്ടോ, ഈ മലയാണ് തോലന്നൂരിൻ്റെ പ്രത്യേകത. മല എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുന്നാണ്. അതിൻ്റെ മുകളിലോട്ട് പോയിട്ട് നമുക്ക് അവിടുത്തെ ചരിത്രവും എന്താണ് അവിടെ ഉള്ളതെന്നും കാണാനുള്ളതെന്നും ഒരുപാട് പഴയ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ യാത്രയിലൂടെ, ഇതൊരു യാത്രാ വീഡിയോ ആണ്. ഈ യാത്രാ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് തോലന്നൂരും അതിൻ്റെ ചരിത്രവും. സോ നമുക്കെന്തായാലും തോലൻ്റെ ഊരായ തോലൻ്റെ കട്ടിലും കാര്യങ്ങളൊക്കെ ആ മലയുടെ മുകളിലുണ്ട്. സോ ആ മലയിലേക്ക് പോവാം അല്ലേ, വാ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ തോലൻ്റെ മലയായ തോലന്നൂരിലെ ഈ മലയുടെ താഴെ എത്തി. അപ്പോൾ നമുക്ക് ഒരാളെ കൂടി കിട്ടിയിട്ടുണ്ട് ഇവിടെ. തോലൻ്റെ മലയുടെ താഴെ താമസിക്കുന്ന നമ്മുടെ പ്രേമേട്ടാ നമസ്കാരം. അപ്പോൾ പ്രേമേട്ടനാണ് നമുക്ക് ഇവിടുത്തെ ചരിത്രവും ഈ മലയുടെ ചരിത്രവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാൻ പോണത്. ഇതാണ് മല കേട്ടോ. ഈ കാണുന്നതാണ് മല. അതെ, അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ഇതിൽ കൂടെ ഒരു വഴിയുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇത് പ്രേമേട്ടൻ്റെ വീടാണ്. അപ്പോൾ ഇവിടുന്നാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ മലയുടെ മുകളിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ഇത് തനി ഗ്രാമം എന്ന് പറഞ്ഞാൽ കണ്ടോ, ആടുകളും കാര്യങ്ങളും. നല്ല അടിപൊളി ഒരു പാലക്കാടൻ ഗ്രാമം കേട്ടോ ഈ കാണുന്നത്. നല്ലൊരു കാഴ്ചയാണ്. തനി റോഡും കനാലും. ഇത് കനാല്, ഈ കാണുന്നത് കനാലാണ്, മലമ്പുഴ കനാല്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പോവല്ലേ എന്നാ. ഓക്കെ, നമുക്ക് പോവാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മല കയറാൻ തുടങ്ങി കേട്ടോ. ഈ ചെറിയൊരു കുന്ന് കയറാൻ തുടങ്ങി. ചെറിയൊരു ട്രക്കിംഗ് ആണിത്. കുറച്ച് കല്ലും ഇതൊക്കെ നിറഞ്ഞ വഴിയാണ്, പക്ഷെ നല്ല രസമാണ്. ഇവിടെയൊക്കെ നിറയെ പച്ചപ്പാണ്. മുകളിൽ പോയി കഴിഞ്ഞാൽ തനി പാറയാണ്. ഒരുപക്ഷെ ഒരുപാട് നിഗൂഢതകളുള്ള, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ മലയുടെ മുകളിൽ നന്നങ്ങാടി എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പണ്ട് കാലത്തെ ഒരുപാട് വർഷം പഴക്കമുള്ള സംഭവങ്ങളാണ് അതൊക്കെ. നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാം. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരുപക്ഷെ യൂട്യൂബിൽ തന്നെ ഈ സ്ഥലത്തെക്കുറിച്ച് ആദ്യമായിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണേ. പിന്നോട്ടാ പോവല്ലേ. അപ്പോൾ മുകളിൽ പോയിട്ട് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഏകദേശം മുകളിലെത്തി. അപ്പോൾ അത് നടന്ന് ഏകദേശം മുകളിലെത്തി. എത്തിയിട്ടില്ല. ഓക്കെ, ഇത് കണ്ടോ, എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോഴാണ്ടോ, നമ്മളിപ്പോൾ താഴത്തുനിന്ന് വന്ന സ്ഥലമാണ് അവിടെ. എന്ത് ഭംഗിയാണ് കാണാൻ. തനി പാലക്കാടൻ കാഴ്ച കേട്ടോ. അടിപൊളി ഒരു കാഴ്ച. കല്ലടിക്കോടം മലനിരകൾ. അങ്ങനെ ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. നമുക്ക് മുകളിലേക്ക് നടക്കാം. എന്തായാലും കുറച്ച് ദൂരം കൂടി നടക്കാനുണ്ട്. ഓക്കെ, ഇങ്ങനെ കയറി പോവാം. മല കയറുന്നത് ഒരു പ്രത്യേക രസം തന്നെയാണ്. ഒരു ട്രക്കിങ്ങും, നല്ല കാറ്റുണ്ട്, നല്ല സ്ഥലങ്ങളും കാണാനും ഒക്കെ. ഒരു യാത്രയുടെ ആ ഒരു സുഖം അനുഭവിക്കണമെങ്കിൽ ഇതേപോലെയൊക്കെ പോകണം. സോ എന്തായാലും മുകളിലേക്ക് നമുക്ക് പോവാം. ഇവിടെ വന്നപ്പോഴാണ് ഇത് കണ്ടോ, ഇതല്ലേ പ്രേമേട്ട ഉറവ്? അതെ, ഉറവ്. ഇത് കണ്ടോ, ഇത് മലയുടെ മുകളിലുള്ള ഒരു ഉറവാണ്. കണ്ടോ, ഈ ഉറവ്
എന്താ വെച്ചാൽ ഇത് ഇത്രയും ഇപ്പോൾ ഏകദേശം ഒരു ജനുവരി മാസം വരെ വെള്ളം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇതിൽ ഉറവാണിത് ആക്ച്വലി. ഈ ഉറവ് വന്നിട്ട് പശുക്കളും ആടുകളൊക്കെ ഇവിടെ മേയാൻ വരുന്ന പശുക്കളും ആടുകളൊക്കെ വെള്ളം തിന്ന് കുടിക്കാറുണ്ട്. ഒരു അത്ഭുതം തന്നെ കേട്ടോ അതൊക്കെ കണ്ടോ. വളരെ ഒരു അത്ഭുതമാണിത്. എന്താ വെച്ചാൽ ഈ ഒരു ഉറവ് ഇത്രയും മലയുടെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു അത്ഭുതമാണ്. ഏകദേശം ഒരു 100-200 മീറ്റർ ഞങ്ങൾ മുകളിൽ എത്തിയിട്ടുണ്ടാവും. ഇത്രയും മുകളിലാണ് ആ വെള്ളത്തിൻ്റെ ഒരു ഉറവുള്ളത്. ഒരു അത്ഭുതം തന്നെ കേട്ടോ അത് കാണാൻ. സോ നമുക്ക് അങ്ങോട്ട് മുകളിലേക്ക് പോകാം അല്ലേ. അപ്പോൾ നമ്മളങ്ങനെ മുകളിലെത്തി, ഏകദേശം മുകളിലെത്തി. ഇനി മുകളിലേക്ക് പോകാണ്ട്, ഇതേ അങ്ങോട്ട് പോകാണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പറഞ്ഞ തോലൻ എന്ന് പറയുന്ന പണ്ട് ജീവിച്ചിരുന്ന വ്യക്തിയുടെ കട്ടിൽ. അദ്ദേഹത്തിൻ്റെ കട്ടിൽ ഇത് എവിടെയായിരുന്നു. ഇതാണ് തോലൻ്റെ കട്ടിൽ എന്ന് പറയുന്നത് അല്ലേ പ്രേമേട്ട? അതല്ലേ തോലൻ്റെ കട്ടിൽ. അപ്പോൾ പ്രേമേട്ടൻ നമുക്കിതിൻ്റെ ചരിത്രവും കാര്യങ്ങളും എങ്ങനെയാണ് ഈ കട്ടിൽ ഇവിടെ എത്തിയതെന്നൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. തോലൻ കട്ടിലിൻ്റെ താഴെ തന്നെയാണ് എൻ്റെ വീട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് മുത്തശ്ശന്മാർ പറഞ്ഞു തന്ന ചില കഥകളിൽ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് അറിയുള്ളൂ. അതിലൊരാൾ തോലനി ഭഗവതിയുടെ വെളിച്ചപ്പാടായിരുന്നു. പിന്നെ ഒരു മുത്തച്ഛൻ, അവർ മരണപ്പെട്ടിട്ട് അവർ 10-30 വർഷത്തോളം ആയി. അപ്പോൾ ഈ തോലൻകട്ടിനെ കുറിച്ചിട്ട് അവർ പറഞ്ഞു തന്നിട്ടുള്ളത് ഒരു ചരിത്ര കഥ തന്നെയാണ്. മുഴുവൻ നമ്മൾക്ക് ഓർമ്മയില്ലെങ്കിലും കുറച്ച് അന്നത്തെ ഓർമ്മ വെച്ച് ഞാൻ പറയുകയാണ്. ഈ തോലൻ സ്ഥലം, ഈ തോലൻ ഒരു തന്നെ 2809 ഏക്കറാണ്. 2809 ഏക്കർ 51 സെൻറ്റാണ് തോലനൂർ ദേശത്തിൻ്റെ. ആ സ്ഥലം ഈ ദേശത്തിൻ്റെ കാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ തോലൻ കുടികൊണ്ടത് എന്നാണ് ഒരു ഭാഗത്ത് പറയുന്നത്. ഒരു ദേശത്തിൻ്റെ ഇതിൻ്റെ ഐതിഹ്യം എന്ന് വെച്ചാൽ തോലൻ ഇവിടെ കൊച്ചി രാജവംശത്തിലെ ഒരു എങ്ങനെയാണെന്ന് രാജവംശത്തിൻ്റെ കീഴിലുള്ള ഒരാളാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ ഈ ഭൂമി കാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ട് വന്നിട്ടുള്ള ആളാണെന്നാണ് മുത്തശ്ശന്മാർ പറഞ്ഞത്. പിന്നെ അദ്ദേഹം നല്ല പണ്ഡിതനുമായിരുന്നു. മന്ത്രത്തിലും തന്ത്രത്തിലും അറിവുള്ള ആളായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഭൂമിയുടെ കാവൽക്കാരനും കൂടിയാണെന്നാണ് അന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ദേശത്തിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തോലനി ഭഗവതി ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഒരു തിരി വായുവിലൂടെ ഇങ്ങോട്ട് വരും. ആ തിരി വരുന്നതിൻ്റെ പിന്നാലെയാണ് അവിടുന്ന് ഒരു കാവൽക്കാരന് അവിടുന്ന് ആ തിരിയുടെ ബാക്കിൽ വന്ന് അമ്മതിരുവടി ക്ഷേത്രത്തിൻ്റെ വലതുഭാഗത്തായിട്ട് ഒരു പാറയുണ്ടായിരുന്നു. ആ പാറയിൽ വന്ന് തിരി അങ്ങനെ വായുവിൽ നിൽക്കും. അങ്ങനെ ആ സമയത്ത് അവിടെ ഇദ്ദേഹം വന്നിട്ട് ആ പാറയിലാണ് കിടന്നുറങ്ങാറുള്ളത്. അപ്പോൾ ഈ കിടന്നുറങ്ങുന്ന സമയത്ത് ഇതെന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരിക്കൽ ഇതുപോലെ ഇങ്ങനെ വരുന്ന സമയത്താണ് ഈ തിരിയുടെ പിന്നിൽ ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നറിയാൻ വേണ്ടി നോക്കിയ സമയത്ത് ഇപ്പോൾ ഒരാളിവിടെ കിടന്നുണ്ട്. അപ്പോൾ ഈ ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തെ ആ പാറയോടുകൂടി താങ്ങിയെടുത്ത് അവിടെ കൊണ്ടുവച്ചു. അദ്ദേഹം ഉറങ്ങി എണീക്കുന്ന സമയത്ത് ആണ്. അപ്പം ഇങ്ങനെയാണ് ഒരു ഭാഗം പറഞ്ഞു തന്നത് തോലന്റെ കട്ടിൽ. അപ്പോൾ അതാണ് തോലന്റെ കട്ടിൽ എങ്ങനെയാണ് ഇവിടെ വന്നത്. ഇപ്പോൾ തോലനി ഭഗവതി എന്ന് പറയുന്നത് ആ താഴെ കാണുന്ന ആ പാടത്തിന്റെ അതെ ആ ഭാഗത്താണ് തോലനി ഭഗവതി എന്ന് പറയുന്ന ആ ഭഗവതിയുടെ പ്രതിഷ്ഠയുള്ളത്. അപ്പോൾ അവിടുന്ന് തോലൻ അവിടെ തിരിയാണ്. പിന്നാലെ വരുന്ന കൊണ്ടുവച്ചു. അപ്പൊ അത്രയും എന്താണെന്ന് വെച്ചാൽ മന്ത്രശക്തിയുള്ള ഒരാളാണ് ആ പാറ. എങ്ങനെ എടുത്തു വെച്ചൊന്നും നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. നമ്മളിപ്പോ തോലന്റെ കട്ടില് കണ്ടു. അപ്പൊ നമ്മളിനി പോകുന്നത് നമ്മളെവിടേക്ക് പോകുന്നത് ഒരു മല്ലൻകാവുണ്ട് ഇവിടെ. അതിന്റെ മുകളില് ആ മുകളിൽ കിടു വ്യൂ ആട്ടോ. അപ്പൊ താഴേക്കുള്ള വ്യൂ അടിപൊളിയായിട്ട് മുകളിൽ കാണിച്ചു തരാം. അങ്ങോട്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ നിൽക്കുമ്പോൾ ഒരു കിടിലൻ വ്യൂ ആട്ടോ. അടിപൊളി സൂപ്പറായിട്ട് കാണാൻ. കണ്ട പാടങ്ങൾ പാലക്കാട് ജില്ലയുടെ ഏകദേശം മൊത്തത്തിൽ കാണാം. പാലക്കാട് മെഡിക്കൽ കോളേജ് വരെ കാണാം ഇവിടുന്ന്. മലമ്പുഴ വാളയാർ ആ ഭാഗങ്ങളെല്ലാം ഇവിടുന്ന് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വ്യൂ കിടിലനാട്ടോ. ഇതൊരു പാറ ഏറ്റവും ടോപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ പാറയുടെ ടോപ്പിൽ നിൽക്കുമ്പോൾ ഈ പാറയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു ഏക്കർ കണക്കിന് മുകളിൽ ഫ്ലാറ്റായി കിടക്കുകയാണ്. അതായത് സമതലമാണ് മുകളിൽ. അതാണ് ഈ തോലൻ്റെ പാറയുടെ പ്രത്യേകത. അപ്പോൾ എന്തായാലും നമുക്കിനി മല്ലൻ്റെ ആ ക്ഷേത്രത്തിലേക്ക് പോവാം. അടുത്ത് തന്നെയാണ് പോവാം. ആ പോണ വഴി നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്.
അപ്പോൾ ഈ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി എല്ലാവർക്കും വേണ്ടി പറഞ്ഞു തരാം. ഈ തോലനെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും പറഞ്ഞു കേൾക്കുന്നുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല പല ഐതിഹ്യങ്ങളുണ്ട്. അപ്പോൾ ഏതാണിത്, നമ്മൾ ജസ്റ്റ് ഒരു ട്രിപ്പ് വന്നു, അപ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് കിട്ടി. അതിൽ നിന്ന് കുറേ കഥകളും, ഒരു പാലക്കാട് ജില്ലയിലെ ഒരു ചരിത്രം ഉറങ്ങുന്ന മണ്ണ് എന്ന് തന്നെ തോലനൂരിനെ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ എത്താറായി, നമ്മുടെ സ്ഥലം മല്ലൻ്റെ കാവിലെത്താറായി. അപ്പോൾ അങ്ങനെ നമ്മൾ തോലൻ്റെ പാറയിലൊരു അറ്റത്തുള്ള മല്ലൻ്റെ കാവുണ്ട്, മല്ലീശ്വരൻ്റെ കാവ് അല്ലേ പ്രേമേട്ട? മല്ലീശ്വരൻ്റെ കാവല്ലേ? അതെ. മല്ലീശ്വരൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ടാകരണം എന്നൊക്കെ പറയില്ലേ, പണ്ടത്തെ ഒരു ദൈവത്തിൻ്റെ ഒരു സങ്കല്പമാണത്. അപ്പോൾ മല്ലീശ്വരൻ്റെ കാവാണ് ഈ കാണുന്നത്. ഇത് വേപ്പാണ് അല്ലേ? ഈ മരം വേപ്പാണ്, നിരന്ന പാറയിലാണ്. ഞാൻ പറഞ്ഞില്ല അപ്പോഴേ സമതലമായിട്ടുള്ളൊരു പാറയാണ് ഈ തോലൻ്റെ പാറയുടെ പ്രത്യേകത. അതൊരു അത്ഭുതം തന്നെ കേട്ടോ കാണാൻ. ഏക്കർ കണക്കിന് സമതലമായിട്ടുള്ള പാറ, അതിൻ്റെ മുകളിലാണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത്. പണ്ട് ഇവിടെ കൃഷിസ്ഥലമായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ? കൃഷിസ്ഥലം തന്നെയാണ്, വിട്ടുപോയിട്ടില്ല. ഓക്കെ. അപ്പോൾ അതാണ് ഈ മല്ലൻ്റെ കാവ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മല്ലൻ്റെ ആ കാവ് കണ്ട് അങ്ങനെ അങ്ങോട്ട് വന്നു. ടോപ്പിൽ ഈ തോലൻ്റെ പാറയുടെ ഏറ്റവും ടോപ്പിലെത്തി. സൂപ്പറായിട്ടുള്ള ഒരു വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ സാധിക്കുക. ഏകദേശം പാലക്കാട് ജില്ല മൊത്തം കാണാം. വാളയാർ അറ്റം വരെ, വാളയാർ അറ്റം, പിന്നെ കല്ലടിക്കോടം മല, ഈ സ്ഥലത്ത് പത്തിരിപ്പാല ആ പ്രദേശം, ലക്കിടി റെയിൽവേ സ്റ്റേഷൻ, തിരുവില്ലാമല, തൃശ്ശൂർ ജില്ലയുടെ ഒരു ഭാഗം വരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. സമതലമാണ്. അപ്പോൾ ഇവിടെ ഉള്ളൊരു പഴയനൊരു ഭാഗം കാണാം. അപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു തോലനൂർ പ്രദേശത്തിന് അതിർത്തി. ഇതെന്താ പറയാൻ പറഞ്ഞു? ദേശത്തിൻ്റെ ചൂലനൂര്, തോലനൂര്, പഴമ്പാലക്കോട്, ചൂലനൂര് ഈ ദേശങ്ങളുടെ എല്ലാം അതിർത്തിയാണെന്നാണ് ഈ സൈൻ കാണിക്കുന്നത്. പാറയിൽ കൊത്തിയ പഴയ ഒരു പണ്ടത്തെ അതിർത്തി തിരിക്കുന്ന ഒരു അടയാളമാണ് ഈ കാണുന്നത്, ഈ 3 വരയോട് കൂടി. കണ്ടോ, ഇതൊക്കെ പാറയിൽ ഒറിജിനലായിട്ട് കൊത്തിയ ഇതാണ്. അപ്പോൾ നമ്മളങ്ങനെ അത് കണ്ട് നമ്മൾ ഇനി പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലൊക്കേഷനിലേക്കാണ്. ഇതേ ആ കാണുന്ന പാറയുണ്ടല്ലോ, ഇതേ ദൂരെ അവിടേക്കാണ്. നമ്മൾ കുറച്ച് ഇറങ്ങി, ഈ പാറയിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം, വണ്ടിയിൽ വേണം അങ്ങോട്ട് പോകാൻ. എന്നിട്ട് അത് കയറണം. അവിടെ ഒരു അടിപൊളി പഴയ ചരിത്രമുറങ്ങുന്ന നന്നങ്ങാടി എന്ന് പറയും. നമ്മൾ വയസ്സായ ആളുകളെ പണ്ട് കാലത്ത് കൊല്ലുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതാണ് സംഭവം. അത് ഒറിജിനലായിട്ട് ഇവിടെ ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത് ഒരുപാട് ചരിത്രമുറങ്ങുന്ന മണ്ണെന്ന്. നമുക്കപ്പോൾ അതും കൂടി കാണിച്ചു തരാം. നമ്മളിപ്പോൾ താഴോട്ട് ഇറങ്ങുകയാണേ. അപ്പോൾ നമ്മളങ്ങനെ നന്നങ്ങാടി കാണാൻ വേണ്ടി ചെറിയൊരു മലയുണ്ട് ഇപ്പുറത്ത്. അവിടെ ബൈക്കിൽ വന്ന് പതുക്കെ കയറിക്കൊണ്ടിരിക്കണം. കുറച്ച് കാട് പിടിച്ച വഴിയാണ്. അത് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊരു അഡ്വഞ്ചറസ് ട്രിപ്പാണ്. കണ്ടോ, നല്ല രസമുണ്ട്. പക്ഷേ ഇങ്ങനെ കയറി പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാനും വഴികൾ കണ്ടുപിടിക്കാനും ഒക്കെ നല്ല രസമാണ് കേട്ടോ. പക്ഷെ ഇതിൽ കൂടെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല. ഇതൊക്കെയാണ് വഴി. കണ്ടോ, അപ്പോ അങ്ങനെ നമുക്ക് മുകളിലേക്ക് പോവാം അല്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ അങ്ങനെ നന്നങ്ങാടി എന്ന് പറയുന്നത് എന്താ ചരിത്രത്തിൽ അതിൻ്റെ സ്ഥാനം എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് വന്നു. നന്നങ്ങാടിയുടെ അടുത്തെത്തി. ഇവിടെ ഒരു നന്നങ്ങാടി ഉണ്ട്, മലയുടെ മുകളിലായിട്ടാണ്. അപ്പോൾ അതെ, ഇതാണ് നന്നങ്ങാടി എന്ന് പറയുന്നത്. നന്നങ്ങാടി പറഞ്ഞാൽ പ്രേമട്ട എന്താണ്? കാലനില്ലാത്ത കാലം എന്ന് പറയുമ്പോൾ പണ്ട് കാരണന്മാരെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുള്ളൂ. അതെ, അന്ന് മരണമില്ല, മരണമില്ല. അന്ന കാലത്ത് ഈ 4 കല്ലിൻ്റെ 4 കാലിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു കുരുതി, അതായത് ഈ കാണുന്ന പാറ മുകളിൽ വെച്ചിരിക്കുന്നു. ഇതിന്റെ താഴെ 4 സൈഡും കല്ല് വെച്ചിട്ടുണ്ട്. അതായത് ചതുര ആകൃതിയിൽ കല്ല് വെച്ച് അതിന് മീതെ വെച്ചിട്ടുള്ള ഈ വയസ്സായവർ അതിനകത്ത് മൂടുന്നത്. അതല്ലേ, അതാണ്. എന്നിട്ട് ഇവിടെ വന്ന് പലരും കണ്ട് ആർക്കിയോളജിക്കൽ വന്നിട്ട് അവർ നോക്കി അത് ഫോട്ടോ എടുത്തിട്ട് പോയതാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കാർ വന്ന് ഫോട്ടോ എടുത്തിട്ട് പോയതാണ് ഇതൊക്കെ. ഇതാണ് അപ്പം നന്നങ്ങാടി എന്ന് പറയുന്നത്. ഇതിൻ്റെ അടിയിലാണ്. അങ്ങനെയാണ് പണ്ട് ആളുകളെ അങ്ങനെ ചെയ്തിരുന്നു. അങ്ങനെ ഒരു ആചാരം ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഇതിൻ്റെ അടിയിൽ ഇത് മുകളിലത്തെ ഒരു പാറക്കഷ്ണമാണ്. ഈ 4 സൈഡും 1 2 3 4 കൊടക്കല്ല് എന്നാണ് ഇതിന് പറയുക. ഈ കല്ലിന് പറയുക, മൂടി വെച്ചിട്ടുള്ളതിനെ പറയുക. ഇതിൽ വെച്ചിട്ടാണ് മൂടുക. ഇതൊക്കെ വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു അടിപൊളി സംഭവം കേട്ടോ. ഇതൊക്കെ നമ്മുടെ പാലക്കാട് ഇങ്ങനത്തെയൊക്കെ ഒരു സ്ഥലങ്ങളുണ്ടെന്ന് പറയുമ്പോൾ വളരെയധികം ആ ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു സംഭവം, ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ താഴേക്ക് വന്നപ്പോൾ, കുറച്ച് താഴേക്ക് വന്നപ്പോൾ നമ്മൾ ആ നന്നങ്ങാടിയുടെ മോൾ ഭാഗമല്ലേ കണ്ടത്. ഇപ്പം നമ്മൾ നന്നങ്ങാടിയുടെ 4 സൈഡിലുള്ള ആ കല്ല് വയ്ക്കുന്ന പറയില്ലേ, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സംഭവം. നോട്ടെ, കണ്ടോ, ഇതാണ് നന്നങ്ങാടിയുടെ സൈഡിൽ. 1 2 3 നിങ്ങൾ 4 സൈഡ് കല്ല് വയ്ക്കും. കല്ല് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ അപ്പോഴേ മുകളിൽ കണ്ട ആ പാറയുടെ പീസ് മുകളിൽ വെച്ചിട്ട് ആളെ മൂടുന്നത് അല്ലേ പ്രേമേട്ട? അങ്ങനെയാണ്. അതെ. അപ്പോൾ നമുക്കിനി എന്തായാലും ഇവിടെ രാമൻ്റെ കാൽപ്പാത ഉണ്ട്, അവിടേക്കൊന്ന് പോവാം. അവിടെ അടുത്തൊരു മലയിലാണ് രാമപാദം എന്ന് പറയും. അപ്പോൾ അതും കൂടി കണ്ടിട്ട് നമുക്ക് പോകാം.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ ശ്രീരാമപാദം ആ കുന്നിൻ്റെ താഴെ എത്തിയിട്ടോ. അപ്പോൾ നമുക്കൊരു കിഡിലൊരു വ്യൂ. അച്ഛാ നമസ്കാരം. അപ്പോൾ ഒരു അടിപൊളി വ്യൂ കാണാൻ പറ്റിയിട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ കിഡില. നോക്ക് എന്ത് ഭംഗിയ കാണാം. പാലക്കാടൻ പച്ചപ്പ് കണ്ട, പാറയും ആ പാടവും. കിഡില. നമ്മൾ വന്ന റോഡാണ് അവിടെ കാണുന്നത്. അതിൻ്റെ ഒരു ഭാഗത്തെത്തി നമ്മൾ ഇപ്പോൾ. ഇവിടെ ചേച്ചിമാർ ഇതുണ്ടോ ചേച്ചി, ഞാറ് നടുക ചേച്ചി, ഞാറ് നടുകയാണോ? കള പറിക്കുകയാണ്. ആ ഓക്കെ, കള പറിക്കുകയാണ് ചേച്ചിമാർ, കള പറിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ആ രാമപാദം കാണാൻ പോവാം അല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പാറയിൽ തന്നെയാണ്, ഇപ്പോൾ കാണിച്ചിരുന്ന പാറയിൽ തന്നെയാണ് നമ്മുടെ ശ്രീരാമ കാൽപാദം ഉള്ളത്. കണ്ടോ, ഇതാണ്. ഇപ്പോൾ വിളക്ക് വെച്ച് ഇവിടെ പൂജയുണ്ട് അല്ലേ? വിളക്ക് വയ്ക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ കാണുന്നത്. ഇപ്പോൾ ക്യാമറയിൽ എത്രത്തോളം എന്താ പതിയെന്ന് അറിയില്ല. ഈ കാണുന്നതാണ് ശ്രീരാമൻ്റെ വലത് കാൽപാദമാണ് ഈ കാണുന്നത്. പിന്നെ ഒരു ഇടത് കാൽപാദം നമ്മൾ പോയ മലയിലുണ്ട്. അതിൻ്റെ അപ്പുറം പിന്നെയും വലത് കാൽപാദം. അങ്ങനെ തിരുവല്ല മലയിൽ. അതെ, അങ്ങനെ 3 കാൽപാദങ്ങൾ. ശ്രീരാമൻ അങ്ങനെ നടന്നു പോയി എന്ന് സങ്കല്പമുള്ള 3 കാൽപാദങ്ങളാണ് ഈ കാണുന്നത്. മൂന്നാമത്തെ പാദം വലത് പാദം തന്നെയാണ്. അത് തിരുവില്ലാമലയിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ചരിത്രം. ഇതൊക്കെ വളരെ പഴയ ചരിത്രമുറങ്ങുന്ന ഒരു നാടാണ്. ഇത് കണ്ടപ്പോഴൊക്കെ മനസ്സിലായി. തോലനൂർ എന്ന് പറയുന്നത്, തോലൻ്റെ മലയും നന്നങ്ങാടിയും ശ്രീരാമ കാൽപാദവും ഒക്കെ നല്ല നല്ല കാഴ്ചകൾ കേട്ടോ. ഈ ഒരു യാത്രയിലൂടെ എനിക്ക് ഒരുപാട് അറിവുകൾ, ഇതേപോലെ പുതുമയുള്ള നമ്മുടെ ചുറ്റിനുമുള്ള നാട്ടിൽ തന്നെ ഒരുപാട് അറിവുകൾ നേടാൻ സാധിച്ചു. വളരെയധികം സന്തോഷം ഈ ഒരു യാത്രയിലൂടെ എനിക്ക് സാധിച്ചു. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് തോലൻ്റെ മലയും തോലനൂരും ബാക്കിയുള്ള നന്നങ്ങാടിയും ബാക്കി ചരിത്രങ്ങളും എല്ലാം. ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് തോലനൂർ. ഇതൊക്കെ തന്നെയാണ് കണ്ടോ കാഴ്ചകൾ, പാടം, ഇങ്ങനത്തെ ചരിത്രം, പഴയ ഗ്രാമങ്ങൾ, ഉൾഗ്രാമങ്ങൾ. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പാലക്കാടിനെ മറ്റുള്ള ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. തനി നാടൻ ഗ്രാമ കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിൽ എവിടെ വരണം പിന്നോട്ടാ? തോലന്നൂർ, പാലക്കാട്. അതെ. അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിലുള്ള വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ഈ ചാനൽ എന്തായാലും കാണുന്നവരെല്ലാവരും, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന പ്രേമേട്ടന് ഒരു പ്രത്യേക നന്ദി. അപ്പോൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് അടിക്കുക, ബെൽ ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ സംഭവങ്ങളും കൊണ്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു തനി പാലക്കാടൻ അല്ലെങ്കിൽ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ, ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും എൻ്റെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.